സമയത്ത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടം തന്നെയാണ്, പക്ഷേ പറയില്ല. സ്റ്റീരിയോ ടൈപ്സിനോട് എനിക്ക് പൊതുവെ താല്പര്യം കുറവാണ്. ഞാൻ ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സും തമ്മിൽ യാതൊരു ബന്ധവും തോന്നാത്ത രീതിയിലായിരിക്കണം എനിക്ക് വളരെ നിർബന്ധം. ഞാൻ എന്നെ തന്നെ ആസ്വദിക്കുന്ന ഒരാളാണ്. ഞാൻ അത് സ്ക്രീൻ, അതുകൊണ്ട് ആസ്വാദനമാണല്ലോ ഈ കല എന്ന് പറയുന്നത്. പതിനെട്ടാം പടിയിലൂടെ മലയാള സിനിമയിലേക്ക് കയറി വന്ന നടൻ. ഇന്ന് സെല്ലുലോയിഡിൽ നമുക്കിപ്പോൾ ഉള്ളത് അക്ഷയ് രാധാകൃഷ്ണനാണ്. ഹായ് അക്ഷയ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വീട്ടിലെല്ലാവർക്കും സുഖം? എല്ലാവർക്കും സുഖം. വീരൻ, തിത്ലി എല്ലാവർക്കും എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഒരു വലിയ കുടുംബമാണ്. ഇപ്പം ആരെയും കൊണ്ടുവരാറില്ലേ? അങ്ങനെയല്ല, ഇപ്പൊ കുറെ പേരുണ്ടല്ലോ, എല്ലാരും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഓക്കെ, എല്ലാവർക്കും സമത്വമാണ്. എല്ലാരും അവിടെ വീട്ടിലിരുത്തിയിട്ട് വന്നു. കൊറേയൊക്കെ നമ്മൾ അങ്ങനെയല്ല, അവരെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഞാൻ കൊണ്ടുപോകാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 18-ാം പടിയിലൂടെയാണ് മലയാള സിനിമയിലേക്ക് എത്തിയത്. 18-ാം പടി എന്നൊരു സിനിമ ആലോചിക്കുമ്പോൾ തന്നെ യെസ്, അയ്യപ്പൻ എന്നൊരു കഥാപാത്രം നമ്മുടെ ഒരുപാട് പേരുടെ മനസ്സിലേക്ക് കയറിക്കൂടിയൊരു കഥാപാത്രമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ആ ഒരു പെർട്ടിക്കുലർ ഒരുപാട് സീനുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെ ആ ഒരു പ്രണയത്തിൻ്റെ ഒരുപാട് സീനുകളുണ്ടല്ലോ, അമ്പലത്തിൽ നിന്നുള്ളയാലും പിന്നെ പ്രത്യേകിച്ച് ബസ്സിൽ നിന്നുള്ള ഒരു ഐ കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ്. ഞാൻ ആക്ച്വലി ആർഷിയോട് ഇത് പറഞ്ഞിട്ടുണ്ട്, ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് തന്നെ ആർഷിയോട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ്, കുറേ സീൻസ് ഒക്കെയാണ് ആസ് എ പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് സമ്മാനിച്ചത്. എങ്ങനെയാണ് അക്ഷയ്ക്കായ ഒരു അനുഭവം ആ ഒരു സിനിമയെക്കുറിച്ച്, സിനിമയിലേക്ക് എത്തിയതിനെ കുറിച്ച്? ഈ ഐ കോണ്ടാക്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, ബസ്സിലത്തെ സീൻ, അതൊക്കെ എൻ്റെ റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. കുറേയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അത് നമുക്കത് കുറച്ചും കൂടി ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റിയെന്നല്ല, ഉള്ളിൽ നിന്ന് വന്നതാണ്. പിന്നെ സിനിമയിലോട്ട് വന്നത് ഓഡീഷൻ വഴിയാണ്. എനിക്കല്ലാതെ ഫിലിം ഫീൽഡായിട്ട് യാതൊരു കണക്ഷനുള്ള ആളല്ല. എൻ്റെ വീട്ടുകാർക്കും അങ്ങനെ കണക്ഷൻ ഒന്നുമില്ല. ശ്രമിച്ചിട്ട് കിട്ടിയതാണ്. അതുപോലെ പണ്ട് മുതലേ അങ്ങനെ സിനിമയോട് താല്പര്യമുണ്ട്, പാഷനേറ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് അത് സിനിമയെ കുറിച്ച് അറിയുകയും പഠിക്കുകയും അതൊക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ. +2 കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ലൂക്ക് എന്ന് പറഞ്ഞിട്ട്. അവനിപ്പോ ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞ സിനിമയുടെ ക്യാമറമാനാണ്. ഇപ്പൊ 2 സിനിമ ചെയ്തു, ലിറ്റിൽ മിസ് റാവുത്തർ, ഇപ്പൊ ഷെയ്ൻ നിഗത്തിനെ വെച്ചിട്ട്. അവന് ഞാനും കൂടിയാണ് പഠിക്കാൻ പോകുന്നത് ചെന്നൈയില് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അങ്ങനെ എൻ്റെ ലൈഫ് തന്നെ മൊത്തത്തില് അങ്ങനെയായിരുന്നു. വേറൊരു ഓപ്ഷൻ എനിക്കില്ല. സിനിമ തന്നെ അഭിനയിക്കാൻ വേണ്ടി ജനിച്ചവരാണ്. അഭിനയിക്കാനും കൂടി ജനിച്ചതാണ്. വേറെ എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ്? സിനിമ മൊത്തത്തിൽ എനിക്ക് ഇഷ്ടമാണ്. സിനിമ മേഖലയിൽ തന്നെ കുറെ കാര്യങ്ങൾ, പൊതുവെ കുറെ കാര്യങ്ങളോട് എനിക്ക് താല്പര്യമുണ്ട്. സിനിമ അല്ലാതെ കല എന്ന് പറയാൻ മൊത്തത്തിൽ എനിക്ക് എങ്ങനെയാണ് പെർട്ടിക്കുലർ ഇപ്പം ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ്, അങ്ങനെ എഴുത്ത്, അങ്ങനെ ഒരുപാട് ഏരിയ എഡിറ്റിംഗ് ചെയ്യുമായിരുന്നു. ഞാൻ പണ്ട് അഭിനയിച്ച എല്ലാ ഷോർട്ട് ഫിലിംസും ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നു. പിന്നെ സിനിമയിൽ പറയാനായിട്ട് എനിക്ക് മെയിനായിട്ട് ശരിക്കും പറഞ്ഞാൽ അഭിനയത്തോടൊപ്പം തന്നെ ഡിറക്ഷനിലോട് ആണ് ശരിക്കും താല്പര്യം ഉണ്ടായിരുന്നത്, ഇപ്പോഴും ഉണ്ട്, ഭാവിയിലും ഉണ്ടാവും. പിന്നെ സിനിമ അല്ലാതെ കല എന്ന് പറയുന്നത് എഴുതാനേക്കാളും മുമ്പ് പടം വരയ്ക്കാനാണ് ഞാൻ പഠിച്ചത്. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂഡ് വന്നാൽ നമുക്ക് വരയ്ക്കാൻ. പടം വരാനോട് എനിക്ക് പണ്ട് ഒരു താല്പര്യം. കല മൊത്തത്തിൽ ഞാൻ ആസ്വദിക്കുന്ന ഇഷ്ടമാണ്. ക്രിയേറ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ്. നമ്മള് കല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, പുതുതായിട്ട് ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാം, നമ്മുടെ മനസ്സിലുള്ള സാധനം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടേതായിട്ടുള്ള സാധനം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ക്രിയേറ്റിവിറ്റി ആവും. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലേക്ക് എങ്ങനെയാണ് കൈവച്ച് തുടങ്ങിയോ? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നാടകമൊക്കെ ചെയ്യായിരുന്നു. അതിനുശേഷം സംവിധാനമല്ല, അഭിനയം. അതിനുശേഷം ഷോർട്ട് ഫിലിമിലോട്ട് കിടക്കണമല്ലോ, അടുത്ത സ്റ്റെപ്പ് അതാണല്ലോ. അങ്ങനെ ഞാൻ കുറെ സ്ഥലത്തൊക്കെ ചാൻസ് ഒക്കെ ചോദിച്ചു നടന്നിട്ടുണ്ട്, ആരും തന്നില്ല. അങ്ങനെ ഞാനും ലൂക്കും കൂടി ചേർന്ന് ഒരു ഷോർട്ട് ഫിലിം ഞാൻ ഡയറക്റ്റ് ചെയ്തു, ഞാൻ തന്നെ അഭിനയിച്ചു. അങ്ങനെ അതിന് അവാർഡൊക്കെ കിട്ടി. എന്തായിരുന്നു പേര്? അത് ഞാൻ പറയില്ല. പേര് പറയാൻ പറ്റില്ലേ? അറിയില്ല. എന്താ കോൺസെപ്റ്റ് പറയാൻ പറ്റുമോ? അതൊന്നും അറിയില്ല. അതെന്താ പറയാ? അവാർഡ് കിട്ടിയ ഷോർട്ട് ഫിലിം അവാർഡൊക്കെ കിട്ടുമായിരിക്കും, അത് ആ കാലത്താണ്. അതിപ്പോ എത്ര വർഷം ഉണ്ടാവും? ഞാൻ +2 പഠിച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ 10 കൊല്ലം കഴിഞ്ഞുണ്ടാവും.
ഓക്കെ. ആ സമയത്ത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടം തന്നെയാണ്, പക്ഷെ ഞാൻ പറയില്ല. അതെന്താ മിസ്റ്റീരിയസ് ആയിട്ട് എന്തോന്നുണ്ടല്ലോ, ഞാൻ പറയൂല എന്ന് തന്നെ. ഓക്കെ, എന്തായാലും താങ്കളുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു, പറയിപ്പിക്കുന്നില്ല, കൂടുതൽ പറയാൻ ഒട്ടും താല്പര്യമില്ല. ഏത് പ്രായത്തിൽ? +2 കഴിഞ്ഞ് ഒരു 17 വയസ്സ്, ഒരു 17 വയസ്സ്. ഓക്കെ, ഒരു 17 വയസ്സുകാരന്റെ ചിന്താഗതി ഇപ്പം കുറെ വർഷം കഴിഞ്ഞുകൊണ്ടാണോ ഇത് റിവീൽ ചെയ്യാൻ? ഇത് കാണാൻ എല്ലാവരും സെർച്ച് ചെയ്ത് വേണ്ട. അപ്പൊ അവിടെ തന്നെ ഉണ്ട്, അതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അത് അവിടെ തന്നെ ഉണ്ട്, യൂട്യൂബിൽ എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട് അക്ഷയ് രാധാകൃഷ്ണൻ എന്ന് ലൂക്ക്. അല്ല, ഞാൻ ശരിക്കും അങ്ങനെയാണല്ലോ ഇപ്പൊ 18ാം പടിയില് ഓഡീഷനിൽ സെലക്ട് ചെയ്യുന്നത് എന്റെ ഷോർട്ട് ഫിലിംസ് അയച്ചു കൊടുത്ത് അത് കണ്ടിട്ടാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് പറയാത്തത്? അതിന്റെ അല്ല പറഞ്ഞ അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ 18ാം പടിയിൽ ആ ഒരു എക്സ്പീരിയൻസ് എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു നിങ്ങൾ ഭയങ്കര ഒരു സ്കൂളിംഗ് പോലെയൊക്കെ ആയിരുന്നു തോന്നുന്നല്ലേ, ഒരുപാട് യൂത്ത് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ശരിക്കും പറഞ്ഞാൽ ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഉണ്ട്. അത് അത് അതിനൊരു ആ ഫ്രണ്ട്ഷിപ്പിലൊരു എന്താ പറയാ ജെനുവിനിറ്റി ഉണ്ടായിരുന്നതുകൊണ്ടാണ് അത് പടത്തിൽ കാണാനും പറ്റുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ്. കാരണം ഞങ്ങള് മോഡൽ സ്കൂൾ ബോയ്സ് ആയിട്ട് അഭിനയിച്ച എല്ലാവരും ഒരുമിച്ച് ഒരു വീട് വാടകയ്ക്ക് ഞങ്ങൾക്ക് വീട് എടുത്തന്ന് അവിടെയാണ് താമസിച്ചത്. ഒരു കൊല്ലത്തോളം പ്രീ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, ഒരു കൊല്ലത്തോളം ഷൂട്ട് ഉണ്ടായിരുന്നു. ഒരു കൊല്ലം മൊത്തം ഒന്നല്ല, ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് മൂർന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരൻ, അവൻ ആക്സിഡന്റ് ആയിട്ട് പടം ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഒക്കെ വന്നായിരുന്നു. അതിനുശേഷം അവൻ റിക്കവർ ആയതിനു ശേഷമാണ് പിന്നെ ഷൂട്ട് തുടങ്ങിയത്. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒരു കൊല്ലം ഉണ്ടായിരുന്നു. അങ്ങനെ 3 കൊല്ലത്തെ പ്രോസസ്സാണ്. അപ്പൊ ആ 3 കൊല്ലത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പൊ ഒരു കോളേജ് സ്കൂളിലൊക്കെ പഠിച്ച ഒരു സംഭവം തന്നെ ഉണ്ട്. അതിന്റെ സ്നേഹം എല്ലാവർക്കും ഇപ്പോഴും ഉണ്ട്. ഇടക്ക് കാണേ മൂറൊക്കെ എന്റെ വീട്ടിൽ വന്ന് താമസിക്കണേ, ഇപ്പോഴും വീട്ടിലുണ്ട്. അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മളെല്ലാരും. പഴയ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്ന ആ ഫ്രണ്ട്ഷിപ്പിന് ഒരു ജെനുവിനിറ്റി ഉണ്ട്, അത് ഇപ്പോഴും ഉണ്ട്. എല്ലാരും എങ്ങനെയാണ് ഫിലിമിൽ ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്? ആക്റ്റീവായിട്ട് എല്ലാരും. ഇപ്പൊ നമുക്ക് അശ്വത് ലാൽ, സഖാവ് അഭയനായിട്ട് അഭിനയിച്ച അശ്വത് ലാൽ ഇപ്പൊ ഇറങ്ങിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടോവിനോന്റെ ഒരു പടം ഇറങ്ങിയില്ലേ, അന്വേഷിപ്പിക്കും, ആക്റ്റീവ് ആണല്ലോ. പിന്നെ മൂറ്, പിന്നെ അമ്പി, പിന്നെ ജിതിൻ പുത്തഞ്ചേരി, ഗിരീഷ് പുത്തഞ്ചേരിയുടെ മകൻ സന്ദീപ്, ഫാലിമി എന്ന് പറഞ്ഞ പടം കണ്ടില്ലേ, ഫാലിമിയിലെ എല്ലാവരും അങ്ങനെ ആക്റ്റീവാണ്, ഓരോ രംഗത്ത് ആക്റ്റീവായിട്ട് ഇരിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ആക്ച്വലി ഒരുപാട് സിനിമയിലൂടെ ഇപ്പൊ തന്നെ കടന്നുപോയി, ഒരുപാട് സിനിമ എക്സ്പീരിയൻസ് ഉണ്ടാവും. അതിൽ പ്രത്യേകിച്ച് ഹൃദയത്തോട് ചേർത്ത് നിർത്താവുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ അതിലെ ഒരുപാട് സിറ്റുവേഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഹൃദയത്തോട് ചേർത്ത് നിർത്താവുന്ന ഒരു സിനിമ, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ, സിനിമാ രംഗങ്ങളോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഷൂട്ടിംഗ് ലൊക്കേഷൻസോ അങ്ങനെ എന്തെങ്കിലും? ഞാൻ അഭിനയിച്ച സിനിമയാണ്. അതെ, അല്ല അല്ല അല്ല, അക്ഷയ് ഒരുപാട് സിനിമ ഇത്രത്തോളം അഭിനയിച്ചു കഴിഞ്ഞു. അപ്പൊ അക്ഷയ്ക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു സിനിമ? ഏറ്റവും ഇഷ്ടം, നമുക്ക് ഇമോഷണലി ഭയങ്കര ഇഷ്ടം തോന്നുന്നത് എപ്പോഴും ഫസ്റ്റ് സിനിമ ആയിരിക്കുമല്ലോ, മനസ്സിലായോ? പിന്നെ ഇപ്പൊ ലാസ്റ്റ് അഭിനയിച്ച സിനിമ തമിഴ് സിനിമ, അതിന്റെ ഒരു എക്സ്പീരിയൻസ് അത് വേറെയാണ്. അത് ഈ പറഞ്ഞ പോലത്തെ ഈ ഫസ്റ്റത്തെ സിനിമ എന്നുള്ള എക്സൈറ്റ്മെന്റ് അല്ല, എക്സൈറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മള് വേറൊരു സ്റ്റേജിലോട്ട് എത്തുന്ന ഒരു പരിപാടി. അതിന്റെ അല്ല, തമിഴ് ഞാൻ ഒരെണ്ണം ചെയ്തത്, അത് ഇറങ്ങിയിട്ടില്ല, അതിന് മുമ്പ് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അതല്ല, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് മാക്സിമം നമ്മളെ യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മുടെ ഔട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്പേസ് എനിക്ക് കിട്ടിയായിരുന്നു. അതായത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു അഭിനയിക്കാൻ നേരത്തായാലും, കാരണം അവർ അങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് എനിക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. ക്യാരക്ടറിനെ പറ്റി ഞാൻ റിവീൽ ചെയ്യുന്നില്ല, ലീഡാണ്. അത് കുറച്ച് ഇതുവരെ ആരും കാണാത്ത ടൈപ്പ് ഒരു എക്സ്പെരിമെന്റൽ പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു മറ്റൊരു അങ്ങനെ ഒരു എക്സ്പെരിമെന്റൽ സിനിമയായിരുന്നു വാലാട്ടി. വാലാട്ടി എക്സ്പെരിമെന്റൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയില് ശരിക്കും എക്സ്പെരിമെന്റൽ അല്ല, കാരണം ഓൾറെഡി ഹോളിവുഡിലൊക്കെ അങ്ങനത്തെ സിനിമകൾ ഉണ്ട്. നമ്മുടെ ഇവിടെ ആദ്യത്തെ സിനിമ ആണെന്നുള്ളൂ. അത് എങ്ങനെയാണ് ആക്ച്വലി ആ ഒരു സിനിമ അക്ഷയിലേക്ക് എത്തിയത്? എനിക്ക് തോന്നുന്നു അക്ഷയ് ആ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഒരു ഇഷ്ടപ്പെടുന്ന ഒരു സ്പേസ് തന്നെയായിരിക്കും, പക്ഷെ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അക്ഷയുടെ സ്വഭാവമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു അത് എത്തിയത് അക്ഷയിലേക്ക് ആ ഒരു ക്യാരക്ടർ? അതിന്റെ സംവിധാനം ദേവൻ ചേട്ടൻ ഒരു ഇന്റർവ്യൂല് പറയാറുണ്ട്, അത് ഒരു സ്ക്രീൻ ടെസ്റ്റിന് വിളിക്കുകയും അവിടെ എന്താ പറയാ
നമ്മുടെ ഈഗോ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് ആ ക്യാരക്ടറിലോട്ടാവാൻ വേണ്ടിയിട്ട് ആ ഒരു പരിപാടി സംസാരിച്ച് അപ്പോൾ അത് പുള്ളിയുടെ കഴിവാണ്. അങ്ങനെ എൻ്റെ മുമ്പിൽ ഒരു റോഡ് വീലറിനെ കൊണ്ടിങ്ങനെ ഇരുത്തി എന്നിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ പറയുന്നത്, അതാണ് എനിക്ക് സ്ക്രീൻ ടെസ്റ്റ് ആയിട്ട് വന്നത്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടൊക്കെ കിട്ടിയതാണ്. അത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ദേവൻ ചേട്ടനും ഞാനും കൂടി ഒരു കൊളാബിൽ പോസ്റ്റിങ് ഇട്ടിട്ടുണ്ട്. ഇന്റർവ്യൂവിന്റെ ഒരു ഷോർട്ട് ക്ലിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ഒക്കെ? എങ്ങനെയായിരുന്നു ലൊക്കേഷൻ എന്ന് വെച്ചാൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡോഗ്സിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് അതിലെത്തുന്നത്. ചെയ്യുന്ന ക്യാരക്ടറിനോട് നീതി പുലർത്തണമെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടറിന്റെ ബിഹേവിയറിലായിരിക്കണം നമ്മൾ സെറ്റിൽ ഉണ്ടാവും. ഞാൻ അങ്ങനത്തെ എൻ്റെ മെത്തേഡ് അതാണ്. അതായത് ഫുള്ളി മെത്തേഡ് ആക്ടിങ് എന്ന് പറയാനൊന്നും പറ്റൂല. കുറെയൊക്കെ നേരത്തെ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫുള്ളി ക്യാരക്ടറായിട്ട് തന്നെ ജീവിക്കുക അങ്ങനത്തെ പരിപാടി ഇല്ല. ക്യാരക്ടറിന് എന്താണോ സീക്ക് ചെയ്യുന്ന എലമെന്റ്സ്, അതിന് ആ ഒരു സ്പേസിൽ മാത്രം ഞാൻ ചിലപ്പോൾ ക്യാരക്ടറായിട്ടൊക്കെ ബിഹേവ് ചെയ്യും. അങ്ങനെയാണ് എത്തുന്നത്. എൻ്റെ ഒരു പ്രോസസ്സ്. എങ്ങനെയാണ് നമ്മളിപ്പം ഒരു കഥ കേട്ട് കഴിഞ്ഞ് ക്യാരക്ടറിലേക്ക് എത്താനുള്ള ഒരുപാട് പ്രിപ്പറേഷൻസ്, പ്രത്യേകമായിട്ട് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് എടുക്കാറുണ്ടോ? ലൈക്ക് ഒബ്സർവേഷൻസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? സംഭവിച്ചു ഞാൻ ചെന്നൈയിലായിരിക്കുമ്പോ ഒരു ദിവസം 2 ക്ലാസിക് സിനിമകൾ വെച്ച് കാണും. പിന്നെ അതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ടാവും. അപ്പൊ റിലേറ്റബിൾ ആയിട്ടുള്ള സിനിമകൾ ഓർമ്മ വരും. അപ്പൊ അതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന പരിപാടികൾ, അതിന്റെ സ്ട്രക്ചേഴ്സ്, കാര്യങ്ങൾ. അതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരുപാട്, നമ്മുടെ ഭൂമിയിൽ എത്ര ആൾക്കാരുണ്ടോ അത്രയും ക്യാരക്ടേഴ്സ് ഈ ഭൂമിയിലുണ്ട്. മനസ്സിലായോ? അത്രയും വൈവിധ്യമായിട്ടുള്ള ആക്ടിങ്ങിന്റെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇതെല്ലാം. അപ്പൊ ഞാൻ ട്രാവൽ ചെയ്യുന്ന വ്യക്തിയും കൂടിയാണ്. ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ പല കൾച്ചേഴ്സും, പല ഭാഷകൾ, പല പരിപാടികളൊക്കെ നമുക്ക് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കയറുന്നുണ്ട്. എല്ലാം നമ്മുടെ മൈൻഡിൽ സ്റ്റോർഡ് ആണ്. അപ്പൊ എല്ലാം കൂടി നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടൊരു സാധനം വരും ആ സമയത്ത്. പ്ലസ് നമ്മൾ കുറച്ച് എഫോർട്ട് ഇട്ടിട്ട് കുറച്ച് ക്യാരക്ടറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില സാഹചര്യത്തിൽ നമ്മൾ അത് ട്രൈ ചെയ്ത് അതുപോലെ ജീവിക്കും. അങ്ങനെയാണ് നടനിലേക്ക്. അപ്പോ ഇപ്പം എന്താ, ചെന്നൈയിൽ പോയി പഠിച്ചതാണ്, അതിനുശേഷം ഇപ്പൊ ഇവിടെ വന്ന് ആക്ട് ചെയ്യുന്നു. ഇപ്പൊ നമ്മള് പഠിക്കുന്നതും സാധാരണഗതിയിൽ നമ്മള് എന്താ പ്രാക്ടിക്കലിലേക്ക് എത്തിക്കുന്നതും തമ്മിൽ ഒരുപക്ഷെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ഞാൻ അവിടെ പഠിച്ചത് അഭിനയമല്ല, പിന്നെ ഫിലിം റിലേറ്റഡ് സംവിധാനമാണ് പഠിച്ചത്. അപ്പൊ പഠിച്ചതിന് പ്രാവർത്തികമാക്കാൻ പോകുന്നേ ഉള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംവിധാനം പഠിച്ചു കഴിഞ്ഞാൽ, എഡിറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ അഭിനയത്തിന് ഉപകാരപ്പെടും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഡിറക്ഷന് ഉപകാരപ്പെടും. എല്ലാ സിനിമ അങ്ങനെയാണ്. കൂടുതൽ വേറൊരു പെർസ്പെക്റ്റീവ് ഒന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഒരു സിനിമാറ്റോഗ്രാഫിയാണ് പഠിച്ചിരുന്നുണ്ടെങ്കിൽ ഒരു ഫ്രെയിമില് സബ്ജക്റ്റിന്റെ പ്ലേസ്മെന്റും ലേറ്റപ്പും ലേറ്റ് ചെയ്യുന്ന രീതികൾ, ഇതൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് തന്നെ ആ ഒരു മൂവ്മെന്റിനും ആ ഒരു ഇതിനൊക്കെ ഒരു സ്ട്രക്ചർ ഐഡിയ കിട്ടും. അപ്പൊ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നവരെങ്ങനെ പഠിച്ചിട്ട് തന്നെ എത്തണം എന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് ഉണ്ടോ? പഠിച്ചിട്ട് പഠനം എന്ന് പറഞ്ഞത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമല്ലല്ലോ. പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു പഠനമാണ് ഉദ്ദേശിച്ചത്. തിയററ്റിക്കലായിട്ട് പഠിക്കാത്തവര് ലെജൻഡ്സ് ഒരുപാട് പേരുണ്ട്. അല്ല, അക്ഷയുടെ കോൺസെപ്റ്റ് ആണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ തന്നെ ആവണമെന്നില്ല. ഓരോരുത്തരുടെ അതെ, സിനിമനെ പറ്റി യാതൊരു മേക്കിങ്ങിനെ പറ്റിയിട്ടൊന്നും യാതൊരു ഐഡിയ ഇല്ലാത്ത നല്ല അടിപൊളി ആക്ടേഴ്സ് ഇല്ലേ? ഇതൊന്നും കാര്യമൊന്നും അറിയാമെന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ ബോണസ് ആണ്. അത്രേ ഉള്ളൂ. കുറച്ചുകൂടെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളൊരു ഏരിയ ആയിരിക്കും. ഓക്കെ, അക്ഷയ് എന്ന നടനെ കുറിച്ച് ഇപ്പം സാധാരണ നമ്മൾ ഒരുപാട് നടന്മാരെ കാണാറുണ്ട്. ഒരു വർഷം തന്നെ ഒരുപാട് സിനിമകൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വർഷം തന്നെ ഒരുപാട് ലിമിറ്റഡ് ആയിട്ടുള്ള സിനിമകൾ മാത്രം ചെയ്യുന്ന, അങ്ങനെ ഒരുപാട് പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ അക്ഷയ് എന്ന നടനെ ഏത് രീതിയിലാണ് അക്ഷയ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? എനിക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട്, ഇപ്പൊ നമ്മള് ഒരു നടൻ അല്ലെങ്കിൽ ഒരു അഭിനേതാവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന
ഒരു നടനുണ്ടാവാം. ഒരു പെർട്ടിക്കുലർ ജോണറിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതിലൊരു സ്റ്റീരിയോ ടൈപ്പായിട്ട് മാത്രം സെറ്റ് ചെയ്ത ഒരു നടനുണ്ടാവാം. അല്ലെങ്കിൽ ഒരു വർഷം ഇപ്പം ഒരുപാട് സിനിമകൾ ചെയ്ത്, അല്ലെങ്കിൽ ഒരു വർഷം കുറച്ച് സിനിമകൾ മാത്രം, കാതലായ കുറച്ച് സിനിമകൾ മാത്രം ചെയ്ത്, അങ്ങനെയുള്ള ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ആൾക്കാർ, വെറൈറ്റി ടൈപ്പ് ഓഫ് നടന്മാരൊക്കെ നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ടല്ലോ. അപ്പം അക്ഷയ് രാധാകൃഷ്ണൻ എന്നൊരു നടനെ എങ്ങനെയാണ് അക്ഷയ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? സ്റ്റീരിയോ ടൈപ്സിനോട് എനിക്ക് പൊതുവെ താല്പര്യം കുറവാണ്. ഓക്കെ. എനിക്ക് ഞാൻ ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സും തമ്മിൽ യാതൊരു ബന്ധവും തോന്നാത്ത രീതിയിലായിരിക്കണം എന്ന് എനിക്ക് വളരെ നിർബന്ധമുണ്ട്. ഓക്കെ. എനിക്ക് ഒരുപാട് ഈ ചവറ പോലെ സിനിമകൾ ചെയ്യാൻ താല്പര്യമില്ല. ഓക്കെ. ചെയ്യുന്ന സിനിമകൾ നന്നായാൽ മതി, പക്ഷെ അല്ലെങ്കിൽ ചെയ്യണ്ട, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. മനസ്സിലായി. ചെയ്യുമ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന, കാണുമ്പോൾ എനിക്ക് തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന, ഓക്കെ. ഞാൻ എന്നെ തന്നെ ആസ്വദിക്കുന്ന ഒരാളാണ്. എൻ്റെ ഞാൻ അത് ആ സ്ക്രീൻ, അതുകൊണ്ട് ആസ്വാദനമാണല്ലോ ഈ കല എന്ന് പറയുന്നത്. തീർച്ചയായും. അങ്ങനത്തെ ഒരാളാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, എങ്ങനെയാണ് ഇപ്പൊ ആസ്വദിക്കാന്ന് പറയുമ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ മൈൻഡഡ് ആയിട്ട് തോന്നാറുണ്ടോ? നെക്സ്റ്റ് ടൈം കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യണം. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേറ്റ്സ് അതിന് പ്രയോറിറ്റി കൊടുക്കുന്നത്. എന്റെ ഭാഗത്തുനിന്ന് ഞാൻ തന്നെ എന്റെ ക്രിട്ടിക് എന്ന് പറയുന്നത് ഞാൻ തന്നെ ആയിരിക്കും ചിലപ്പോൾ. മനസ്സിലായോ? ഞാൻ തന്നെ എന്നെ കുറ്റം പറയും. അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് അടിപൊളിയാണ്, അത് അടുത്ത തവണ തിരുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും. അങ്ങനെയാണല്ലോ നമ്മള് നമ്മുടെ വാളിന്റെ മൂർച്ച ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. അതന്നെയാണല്ലോ പ്രോസസ്. ഗ്രോത്ത് എന്ന് പറയുന്നത് അതാണ്. ഈ ഗ്രോത്തിനിടയിൽ നമുക്ക് ഫേഡിങ് ഷെയ്ഡ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? തീർച്ചയായും നമുക്ക് പരാമർശിക്കേണ്ട ഒരു ഒന്ന് തന്നെയാണ്. ഫേഡിങ് ഷെയ്ഡ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ നിന്ന് വന്നാണോ അതോ അക്ഷയ് ആക്സിഡന്റലി? അതല്ല, നമ്മുടെ കൂട്ടുകാരനാണ് അത്. നേരത്തെ പറഞ്ഞ ലൂക്കാണ് ക്യാമറ ചെയ്തത്. നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുണ്ടായിരുന്ന നിങ്ങളിൽ നിന്ന് വന്നൊരു കോൺസെപ്റ്റ് ആണ്. ആ കോൺസെപ്റ്റ് പൊതുവെ പലർക്കും മനസ്സിലായിട്ടില്ല. ഇന്ത്യയിൽ തന്നെ പല ഫെസ്റ്റിവൽസിന് അയച്ചിട്ട് അവരാരും എടുത്തില്ല, അവർക്ക് മനസ്സിലായില്ല. എന്നിട്ട് ജപ്പാനില് ആണ് നമുക്ക് അവാർഡ് കിട്ടിയത്. മനസ്സിലായോ? അവർക്ക് കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ട് പരിപാടി. നമുക്ക് സ്പെഷ്യൽ പരിപാടി എന്തോ കിട്ടി, എന്റെ അവാർഡ് എന്തോ കിട്ടി. ക്യാമറ എന്തോ ഇപ്പൊ അടുത്ത് ക്യാമറ എന്തോ കിട്ടിയായിരുന്നു അവാർഡായിട്ട്. അത് അതിന്റെ അതിനെ പറ്റി എന്താണ് ഫേഡിങ് ഷെയ്ഡ്സിനെ കുറിച്ച്, എങ്ങനെയാണ് ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്? അത് സംവിധായകന്റെ ഐഡിയ ആണ്. കാരണം ഇതുവരെ ചർച്ച ചെയ്യാത്ത ഒരു വിഷയം അതെടുത്ത് ചർച്ച ചെയ്തിട്ടുള്ളൂ. അതിപ്പോ ആർക്കും മനസ്സിലായില്ലെങ്കിൽ ചിലപ്പോ ഭാവിയിൽ അത് ചിലപ്പോ മനസ്സിലായേക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം. പലരും അതിനെ ക്രോസ് ഡ്രസ്സറിന്റെ ഒരു ഇതായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ അത് ജെൻഡർ ന്യൂട്രാലിറ്റിനെ പറ്റിയാണ് സംസാരിച്ചത്. അതെ, അത് സ്ത്രീകളുടെ വസ്ത്രം, പുരുഷന്റെ വസ്ത്രം, അങ്ങനത്തെ ഒരു പരിപാടി അല്ല. എന്തോ ഇഷ്ടമുള്ളൊക്കെ വേണം ധരിക്കുക, ആരാ ചോദിക്കാനുള്ള. നമ്മുടെ ഈ ഭൂമിയിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. മിസ്കമ്മ്യൂണിക്കേറ്റ് ആയിട്ട് ചിലരിടത്തേക്ക് അതങ്ങ് പോയി. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ചലഞ്ചിങ് ആയിരുന്നോ? ബിക്കോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ക്യാരക്ടറിലേക്ക് എത്താനും ഇങ്ങനെ നഗ്നനായിട്ടാണ് അഭിനയിക്കുന്ന ഒരു റോളൊക്കെ ഉണ്ടായിരുന്നു അതില്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ടറിന്റെ ശരീരവും മനസ്സും അത് അതിന്റെ ടൂളാണ്. അത് അതിന്റെ പൂർണ്ണതയിലോട്ട് എത്താൻ എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ആക്ടറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏത് ക്യാരക്ടേഴ്സ് വന്നാലും നമ്മള് അക്സെപ്റ്റ് ചെയ്യുന്ന. അതെ, അത് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് ഇത് ചെയ്യാൻ ഒരാള് കഥ പറയുന്നു, നമുക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തതാണെങ്കിൽ മാറ്റും. ചെയ്യാൻ താല്പര്യമുള്ള സാധനം എടുക്കുന്നു, വർക്ക് ചെയ്യുന്നു. നമ്മളത് ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും ഉണ്ടാവില്ല, അതാണ്. പക്ഷെ ഓൾമോസ്റ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ നമ്മൾ 75% എങ്കിലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്യാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഇപ്പോൾ ഫേഡിങ് ഷെയ്ഡ്സ് ചെയ്തപ്പോഴാണെങ്കിലും അതിന്റെ കമന്റ്സ് ആണെങ്കിലും ഒരുപാട് റിയാക്ഷൻസ് ആണെങ്കിലും ഒക്കെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പം അക്ഷയ് എന്നുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് പെറ്റ്സിനോട്, മീൻസ് ഡോഗ്സിനോട് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ഇതിലും ലൈഫിൽ ചില സന്ദർഭങ്ങളിലൊക്കെ സമൂഹത്തിൽ നിന്ന് ഒരുപാട് വേദനകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടി
നമ്മൾ ലൈഫിനെ ഒന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് പൊതുസമൂഹത്തെ ഏത് രീതിയിലാണ് നമുക്ക് തോന്നുന്നത്? കാഴ്ചപ്പാട് എന്താണ്? ഞാനൊരു സമയത്ത് സൊസൈറ്റിയോട് വളരെയധികം നൈസായിരുന്നു. ഓക്കെ അപ്പോൾ സൊസൈറ്റി നമ്മുടെ അടുത്ത് നൈസായില്ല. ഓക്കെ അപ്പൊ ഞാൻ അത്ര നൈസൊന്നുമല്ല സൊസൈറ്റിയുടെ അടുത്ത്, അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിച്ചു പോകുന്നു. മറ്റുള്ള ആരുടെ കാര്യം ഞാൻ അന്വേഷിക്കാൻ പോകാറില്ല. ആരും എൻ്റെ കാര്യം അന്വേഷിക്കാൻ നിൽക്കരുത്. എൻ്റെതായിട്ടുള്ള ലൈഫ് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ.